الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അതിന്റെ അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി കൊണ്ടും സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ മുറപ്രകാരം സൂക്ഷിക്കുകയും തഖ്വയിൽ അടിസ്ഥിതമായി കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഈമാനുള്ള തഖ്വയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുന്ന യഥാർത്ഥ സുന്നത്തിന്റെ വക്താക്കളുടെ കൂട്ടത്തിലും നാളെ മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മതിലിനോട് അഭിമുഖമായിക്കൊണ്ട് അദ്ദേഹം തിരിയുകയും എന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ഏങ്ങലടിച്ചുകൊണ്ട് തേങ്ങി കരയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപ്പയുടെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഉപ്പ ലിമ തബ്കി, എന്തിനാണ് ഉപ്പ നിങ്ങൾ കരയുന്നത്? അജ്സഅൻ അലൽ മൗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനും അതേപോലെ തന്നെ പ്രവാചകന്റെ അടുക്കൽ നിൽക്കുവാനും പ്രവാചകന്റെ കൂടെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാനും ഒക്കെ അവസരം കിട്ടിയ താങ്കൾ എന്തിനാണ് കരയുന്നത്? ബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ വകദാ, എന്റെ ഉപ്പ നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളതല്ലേ? അതേപോലെ തന്നെ ഇന്ന കാരണങ്ങളൊക്കെ പ്രവാചകൻ അങ്ങയ്ക്ക് സവിശേഷ ഗുണങ്ങളായിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം തന്റെ മകനോട് മറുപടി പറയുകയാണ്, ഞാൻ മുസ്ലിം ആകുന്നതിനേക്കാളും മുൻപ്
അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഹിജറ 8-ാം കൊല്ലം മക്ക വിജയത്തിന്റെ സന്ദർഭത്തിലാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ മുസ്ലിം ആകുന്നതിന് മുൻപ് പ്രവാചകനിക്കും മുസ്ലിമീങ്ങൾക്കും എതിരായിക്കൊണ്ട് ഒരുപാട് യുദ്ധങ്ങളിൽ ഞാൻ പ്രവാചകനിക്ക് നേരെ അമ്പെയ്യുകയും മുസ്ലിമീങ്ങൾക്കെതിരെ വാളെടുത്ത് ഓങ്ങുകയും അങ്ങനെ പല വിധത്തിലുമുള്ള ഉപദ്രവങ്ങളും ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തായിരുന്നു എൻ്റെ മേലിൽ മരണം സംഭവിച്ചിരുന്നത് എങ്കിൽ വജബത്തിന്നാറ, എനിക്ക് നരകം സുനിശ്ചിതമാകുമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ മുസ്ലിം മതം, എൻ്റെ ഇസ്ലാം മതം ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതും കഴിഞ്ഞു പ്രവാചകന്റെ മരണശേഷം ഞാൻ ഒരുപാട് കാലങ്ങൾ, വർഷങ്ങൾ ജീവിച്ചു. ആ കാലഘട്ടത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സങ്കടപ്പെടുന്നത് എന്ന് ആ മകനോട് ഒരു ഉപ്പ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ ബൈഅത്ത് സ്വീകരിച്ചിരുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ മനസ്സിൽ മായാതെ മറയാതെ എന്നെന്നും അവശേഷിക്കുന്ന ഒരു രംഗമാണത്. അതെന്താ കാരണം? അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇസ്ലാം മതം പ്രഖ്യാപിക്കാൻ വേണ്ടി, ഞാൻ മുസ്ലിമായത് സന്തോഷപൂർവ്വം പ്രവാചകനോട് പറയാൻ വേണ്ടി ഞാൻ പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ നേരെ കൈ നീട്ടി. പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളും പുരുഷന്മാർ പ്രവാചകന് കൈ കൊടുത്തിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ബൈഅത്ത് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകന്റെ നേരെ കൈ നീട്ടിയപ്പോ ഞാൻ പ്രവാചകനിക്ക് നേരെ കൈ നീട്ടാൻ വിസമ്മതിച്ചു. എന്റെ കൈ ഞാൻ ചുരുട്ടിപ്പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറയുകയാണ്, പ്രവാചകരെ, അറത്തു അൻ അഷ്തരിത, റസൂലെ, എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, എനിക്ക് ചില ഷർത്തുകളുണ്ട്. അത് അംഗീകരിക്കാമെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വരാൻ തയ്യാറാണ്. ആ സമയത്ത് അദ്ദേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ നിബന്ധനകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം കേട്ട ഉടനെ അദ്ദേഹം പറയുകയാണ്, അയ്യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണം. ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്. പക്ഷേ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, ഇത്രയും കാലം ഞാൻ എൻ്റെ തോന്നിവാസത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ കള്ളുണ്ടായിരുന്നു, പെണ്ണുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത വേണ്ട വൃത്തികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ മുസ്ലിമാകുമ്പോ എൻ്റെ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരും എന്നുറപ്പുണ്ടെങ്കിലാണ് ഞാൻ സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമാ അലിംത യാ അംർ, അംറേ, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, നിശ്ചയമായും ഒരാൾ വിശ്വാസിയായാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അതവന്റെ 70-ാമത്തെ വയസ്സിലാകട്ടെ, 80-ാമത്തെ വയസ്സിലാകട്ടെ, ചുറുചുറുക്കുള്ള 40-ലും 30-ലുമാകട്ടെ, ഏത് പ്രായത്തിലുമാകട്ടെ, വിശ്വാസത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ഒരാൾ, സന്മാർഗത്തിലേക്ക് ഒരാൾ ഹൃദയം ആഗ്രഹിച്ചുകൊണ്ട് മനസാന്നിധ്യത്തോടുകൂടി കടന്നു വന്നാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യഹ്ദിമു മാ കാന ഖബ്ല, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. വഅന്നൽ ഹിജ്റത യഹ്ദിമു മാ കാന ഖബ്ല, അതേ പ്രകാരം ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നാട്ടിൽ തന്റെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ വന്നതിന്റെ കാരണത്താൽ ഹിജറ ചെയ്താൽ അവന്റെ അതിനു മുൻപുള്ള പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കും. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ല, അതേ പ്രകാരം ഒരാൾ മഖ്ബൂലായ, മബ്റൂറായ ഹജ്ജ് ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇത് കേൾക്കുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള, വളരെ ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ആദ്യത്തിൽ 2 പറഞ്ഞതിൽ പല ആളുകളും, ബഹുഭൂരിപക്ഷം നമ്മളിൽപ്പെടുന്ന ആളുകൾക്കും കിട്ടിയില്ല എന്ന് വന്നേക്കാം. അഥവാ നമ്മളെല്ലാവരും ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നവരാണ് അധികം ആളുകളും. അതേപോലെ തന്നെ
അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച ആ ഒരു ഹിജറ, അതിന്റെ ആവശ്യകത നമ്മുടെ നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അധികമൊന്നും വലിയ പ്രയാസമില്ലാതെ നമ്മളുടെ ആദർശം കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഇന്നിന്റെ വർത്തമാന കാലഘട്ടം. ഇനിയുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് അല്ലാഹു ആലം. എന്നാലും ഹിജറയുടെ സാഹചര്യങ്ങളൊന്നും നമുക്ക് വരുന്നു ചേരുന്നില്ല. എന്നാൽ മൂന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരാൾ ആത്മാർത്ഥമായ മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചാൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയത് പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരന്മാരെ, ഇത് നമ്മുടെ മരണസമയത്ത് നമുക്ക് വല്ലാത്ത ഒരു ആശ്വാസത്തിനുള്ള വകയാണ് നൽകുന്നത്. എങ്ങനെയാണെങ്കിൽ നമ്മൾ നിർവഹിച്ച ഹജ്ജും നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ള ഉംറയും ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ സഹോദരന്മാരെ, വലിയ ഒരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഹജ്ജിനായി പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്, താബിഉ, നിങ്ങൾ തുടർത്തണം, കഴിയുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തവണ അത്രയും ഹജ്ജും ഉംറയും നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് നിങ്ങളുടെ ഫഖറിനെ, നിങ്ങളുടെ ദാരിദ്ര്യത്തെ കുറയ്ക്കുകയും അതേ പ്രകാരം നിങ്ങളുടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുകയാണ് അതിലൂടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു, ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറസ്മല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്, ലിയഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്, നിങ്ങൾ സന്നിഹിതരാകുവാൻ വേണ്ടിയാണ്. മനാഫിഅ ലഹും വയദ്കുറസ്മല്ലാഹ്, അതേപോലെ തന്നെ നിങ്ങൾ ആ രംഗങ്ങളിൽ സന്നിഹിതരാവുകയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിങ്ങൾ അറുക്കുകയും ചെയ്യണം. ഫി അയ്യാമിൻ മഅലൂമാത്തിൽ, അതിൽ അറിയപ്പെടുന്ന ദിവസങ്ങൾ, അഥവാ ഹജ്ജിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ആ ദുൽഹിജ്ജ 10-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ ഉരുവിനെ അറുക്കുകയും വേണം. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ കന്നുകാലികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അറുക്കുകയും ചെയ്യണം. മാത്രമല്ല, ഫഖുലു മിൻഹാ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ, അതേപോലെ തന്നെ ആ അറുത്തതിൽ നിങ്ങൾ ഭക്ഷിക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ബലിപെരുന്നാളിന്റെ അന്ന് ഷെയർ ചേരും, ആ ഷെയർ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നതാണ് പല ആളുകളും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഫഖുലു മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതേപോലെ തന്നെ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ, നിങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അതേപോലെ തന്നെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഇത്തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ട വിഷയം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റുകൾ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹജ്ജിന്റെ ആളുകളെ, ഹാജിമാരെ വഹിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും മക്കയിലേക്ക്, അത്തരത്തിലുള്ള ആ സ്ഥലങ്ങളിലേക്ക് മക്കയുടെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഫ്ലൈറ്റുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. പല ആളുകളും അവിടേക്ക് യാത്രയായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ആ മക്ക എന്ന ഗേഹത്തെ ആസ്പദമാക്കി കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കണം. പുറപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഹജ്ജിനായി പുറപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ആ കാര്യത്തിനു വേണ്ടി പുറപ്പെട്ട, അതേപോലെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, അതിനുവേണ്ടി തൊട്ടടുത്ത ദിവസങ്ങളിൽ തയ്യാറെടുക്കുന്ന, യാത്ര തിരിക്കാനിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീക്ക് നീ കൊടുക്കണമേ റഹ്മാനെ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും കുറെ ആളുകളുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കൊതി പൂണ്ടുകൊണ്ട് നടക്കുന്ന പല ആളുകളും. അള്ളാഹുവിന്റെ ഭവനം ഒന്ന് കണ്ടാൽ, സഹോദരന്മാരെ, എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും ഹജ്ജിന് പോയവരായിരിക്കാം, ഉംറ നിർവഹിച്ചവരായിരിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ ആ ഭവനം ഒന്ന് കൺകുളിർക്ക് കാണുമ്പോ
കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവില്ല. കാരണം എത്ര കണ്ടാലും മതി തീരാത്ത, എത്ര കണ്ടാലും കൊതിമാറാത്ത ഒരു ഭവനമാണ് അള്ളാഹുവിന്റെ കഅബ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഭവനമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനൊക്കെ വളരെ കൃത്യമായി കൊണ്ട് സൂചിപ്പിച്ചവരാണ്. കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹമുള്ള, ഇനി എപ്പോഴാണ് രണ്ടാമത് തിരിച്ചു പോകാൻ സാധിക്കുക എന്ന് കൊതിപൂണ്ട് നടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അവിടെ തന്നെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരെ. കാരണം അത്രമാത്രം അവർണ്ണനീയമാണ് അക്കാഴ്ച. അവിടെ ഉണ്ടാകുന്ന, അവിടെ നിന്ന് ലഭിക്കുന്ന, നമുക്ക് ലഭിക്കുന്ന ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം, അതൊക്കെ വല്ലാത്ത ഒരു നിർവചനീയമായിട്ടുള്ള, അനിർവചനീയമായിട്ടുള്ള രംഗങ്ങളും സംരംഭങ്ങളുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല സുഹൃത്തുക്കളെ, നമുക്കറിയാം ഹജ്ജിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ മരണം എന്നത് എങ്ങനെയാണോ അപ്രകാരം തന്നെയാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കാറുള്ളത്. കാരണം ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരാൾ അവന്റെ കുടുംബം വിട്ട്, അവന്റെ നാട് വിട്ട്, അവന്റെ കൂട്ടുകാരെ ഒഴിവാക്കി മാറി നിൽക്കുന്ന 30-40 ദിവസങ്ങളോളം തന്റെ എല്ലാ തരത്തിലുമുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ മരണവും അപ്രകാരമാണ്. ശാശ്വതമായി കൊണ്ട് കുടുംബത്തെ വിട്ട്, നമ്മുടെ കൂട്ടുകാരെ വിട്ട്, വീട്ടുകാരെ വിട്ടുകൊണ്ട് മാറി നിൽക്കുന്നത് എപ്രകാരമാണോ ആ ഒരു രീതിയിലാണ് എങ്കിൽ ഹജ്ജിന് അപ്രകാരം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും കൂടെയാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല മഹ്ശറ വൻസഭയിൽ നാളെ പരലോകത്ത് നമ്മൾ നിൽക്കേണ്ടത് യാഥാർത്ഥ്യമാണ് എങ്കിൽ ഹജ്ജിന് പോയി നിൽക്കുന്ന ആ ദുൽഹിജ്ജ മാസം 9-ാം തീയതി അറഫയിൽ കൂടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതൊരു മഹ്ശറയാണ്. കാരണം അവിടെ എല്ലാവരും സന്നിഹിതരാകുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ആ ഒരു ദിവസമാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് 6 ദിവസമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 6 ദിവസമാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. അഥവാ ദുൽഹിജ്ജ 8-ാം തീയതി തർവിയ എന്ന് പറയുന്ന ആ ദിവസം ആരംഭിച്ച് ദുൽഹിജ്ജ മാസം 13 വരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ കർമ്മങ്ങളും അതിലുണ്ട്. അള്ളാഹുവിന്റെ ദീൻ, നമ്മൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുമ്പോ നമ്മൾ പറയാറുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കും. അതിനുശേഷം നമസ്കാരം, അതേപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഒന്നിച്ചു ചേരുന്ന ഒരിടമാണ്, ഒന്നിച്ചു ചേരുന്ന ദിവസങ്ങളാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് കാണാൻ സാധിക്കും. സ്വതക്കയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ആ ഒരു ദിവസങ്ങൾ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ടതാണത്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ ഇങ്ങനെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുതുബ പറയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, നിങ്ങൾക്ക് അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. സഹോദരന്മാരെ, എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും, ഞാനടക്കം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഇത്രയും കാലം ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ മാറി നിൽക്കുകയാണ് എങ്കിൽ, അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എങ്കിൽ, അള്ളാഹു പറഞ്ഞ ഒരു ഫറളിൽ നിന്ന്, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, വീഴ്ച വരുത്തിയവരാണ് നമ്മൾ എന്നതാണ് അക്കാര്യത്തിൽ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത്. അഥവാ അള്ളാഹു ഫറളാക്കിയ ഒരു കാര്യം, അതിനെ തൊട്ട് നമ്മൾ ഇപ്പോഴും ഗൗരവം കാണിക്കുന്നില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പോയി ഹജ്ജ് ചെയ്യണമെന്നുള്ളത്. എങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഗൗരവം കൊടുക്കുന്നില്ല എങ്കിൽ ആ കാര്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ഫറളായ ഒരു വിഷയത്തിൽ നിന്ന് വീഴ്ച വരുത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കണം. മാത്രവുമല്ല, പുണ്യങ്ങളുടെ കൂട്ടത്തിൽ മഹത്വമേറിയതാണ് ഹജ്ജ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, ഏത് കർമ്മമാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും
അള്ളാഹുവിന്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളിൽ ഒന്നാമത്തത്. അദ്ദേഹം പിന്നെയും ചോദിച്ചു, പ്രവാചകരെ പിന്നെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. പിന്നെയും അദ്ദേഹം ചോദിച്ചത് പിന്നീട് എന്താണ് പ്രവാചകരെ? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി അൽ ഹജ്ജു മബ്റൂറുൻ, പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട ഹജ്ജാണ് മൂന്നാമതായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്, അള്ളാഹുവേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജിന് വേണ്ടിയുള്ള സൗഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്ക്. അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കഴിവില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ചാൻസ്, അതിനുള്ള ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുമെന്നത് നമ്മുടെ കണ്ണാൽ കാണുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ മുടക്കാൻ പാടില്ല. നമ്മുടെ നിത്യവുമുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബേ ഏതെങ്കിലും ഒരു സമയത്ത്, അള്ളാഹുവെ ഏതെങ്കിലും ഒരു കാലത്ത് റബ്ബിന്റെ ഭവനം ഒന്ന് കൺകുളിർക്കെ കാണാൻ, അവിടെ വന്നൊരു ഉംറ ചെയ്യാൻ, അവിടെ വന്നൊരു ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ നാഥാ എന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കും, അല്ലാത്ത പക്ഷം അതിനുള്ള പ്രതിഫലം അള്ളാഹു നാളെ പരലോകത്ത് നൽകുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില കുറവുകളൊക്കെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ജിഹാദിൽ പങ്കെടുക്കാൻ കഴിയില്ല. അഥവാ മുസ്ലിമീങ്ങളായിട്ടുള്ള പുരുഷന്മാർ യുദ്ധത്തിന് പോകുന്നത് പോലെ സ്ത്രീകൾക്ക് യുദ്ധത്തിന് പോകാൻ അനുവാദം നൽകുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, റസൂലേ നറൽ ജിഹാദ അഫ്ളൽ അമൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രവർത്തനം ജിഹാദാണ്. അതുകൊണ്ട് പ്രവാചകരെ അഫലാനു ജാഹിദു, പ്രവാചകരെ ഞങ്ങൾ അടുത്ത തവണ ഇസ്ലാമിന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ലകുന്ന അഫ്ളലുൽ ജിഹാദ ഹജ്ജും മബ്റൂർ. ആയിഷ, നീ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ ഒരു ഹജ്ജ് നിർവഹിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹിജാബ്, അവളുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത് മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതിഹു ഉമ്മുഹു. ഒരു ഉമ്മയുടെ അടുക്കൽ നിന്ന്, ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് എപ്രകാരമാണോ കുഞ്ഞ് ജനനം നൽകുന്നത്, ആ സമയത്ത് ആ കുട്ടിയുടെ ദേഹത്ത് ഒരു പാപക്കറയുമില്ലാത്ത രൂപത്തിലായിരിക്കും എന്നതുപോലെയാണ് ആത്മാർത്ഥമായി തിന്മകളില്ലാതെ, മ്ലേച്ഛ പ്രവർത്തികളില്ലാതെ, വേണ്ടാവർത്തമാനങ്ങളില്ലാതെ നല്ല രീതിയിൽ ഒരു ഹജ്ജ് ചെയ്യുന്നവന്റെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യുന്നവൻക്ക് ഉണ്ടാകുന്ന പ്രതിഫലമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരന്മാരെ, രണ്ടാമതൊരിക്കൽ കൂടി ജനിച്ചു വരാൻ അവസരമില്ലാത്തവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഹജ്ജിലൂടെ അതിനുള്ളൊരു അവസരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഹജ്ജ് ചെയ്താൽ അവന്റെ പ്രതിഫലം ഒരു ഉമ്മ പ്രസവിച്ചവരെ പോലെയാണ് അവന്റെ പ്രതിഫലം. ഒരു പാപക്കറയുമില്ലാതെ പരിപൂർണമായിട്ടുള്ള നന്മയും കൊണ്ടായിരിക്കും അവനുണ്ടാവുക എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ആ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞത്, ആരെങ്കിലും ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി കഅബയിലേക്ക് പോയി കഴിഞ്ഞാൽ അൽ ഹാജി വൽ മുഅ്തമിറു വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥികളാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആതിഥേയത്തോടുകൂടി അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ആഗ്രഹിക്കേണ്ടുന്ന, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമായി കൊണ്ടാണ്, വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ചിന്തയും
നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും ഈ മാസങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഞാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, പരസ്പരം ഉണ്ട് എങ്കിൽ അത് വിട്ടുതരണമെന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും പരസ്പരം എപ്പോഴും ചോദിക്കുന്നതോടൊപ്പം തന്നെ ആ ഹജ്ജിന് പുറപ്പെടാനുള്ള ആ ഒരു അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാൻ നമ്മൾ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ഹജ്ജിനും ഉംറക്കും പോകാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ കൃത്യമായി കൊണ്ട് സൂക്ഷിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യഹുജ്ജൽ ബൈത്തു. ലോകാവസാനം സംഭവിക്കുകയില്ല എന്നാണോ വിശ്വാസികൾ ഹജ്ജിന്റെ വിഷയത്തിൽ താല്പര്യം കുറയുന്നത്, ഹജ്ജിന് വേണ്ട, ഹജ്ജ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത്, അക്കാലമത്രയും ലോകം അവസാനിക്കില്ല, ഹജ്ജിനോടുള്ള ആ താല്പര്യം കുറയുന്നത് മുതൽ ലോകാവസാനത്തിന്റെ വരവിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഏറെ കൺകുളിർമ നൽകുന്ന, കണ്ടമിടറുന്ന, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കഅബയുടെ ഹറമിന്റെ കാഴ്ച എന്നുള്ളത്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായിട്ടുള്ള സ്മരണകളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിളിയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടുവരുന്ന ഹാജിമാരെയും ഒക്കെ സ്വീകരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ സമയത്ത് മുഴങ്ങി കേൾക്കുന്ന ഒരു തൽബിയത്തിന്റെ വാചകമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ല എന്ന് പറയുന്ന ആ തൽബിയത്ത്, അത് ഇസ്ലാമിന്റെ മഹിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എവിടെയാണ്? ജാറത്തിലേക്കോ പുണ്യവാന്മാരുടെ ഏതെങ്കിലും മക്ബറകളിലേക്കോ അള്ളാഹുവിന്റെ പ്രവാചകൻ പോകരുത് എന്ന് നിരോധിച്ച സ്ഥലങ്ങളിലൊക്കെയല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി, റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്തൊന്നാമതായി കൊണ്ട് പണി തീർത്തിട്ടുള്ള ലല്ലദീ ബക്കത മുബാറക എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീതമായ ആ ഗേഹത്തിലേക്ക്, ആ സ്ഥലത്തിലേക്ക് വിശ്വാസികളെമ്പാടും ആഗമനം വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിട്ടാണ് എങ്കിൽ ആ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായിട്ടുള്ള ജീവിതത്തിന്റെ ഓരോ സ്മരണകളുമാണ് നമുക്ക് ഹജ്ജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളെ ഖുഫൂ അലാ മശാഇരിക്കും, നിങ്ങൾ ഓരോ ഇസ്ലാമിന്റെ അടുക്കലും നിങ്ങൾ കൃത്യമായി അവിടെ നിൽക്കണം. അവിടെ ഒന്ന് നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണ്? ഫഇന്നകും അലാ ഇർസിം മിൻ ഇർസി അബീകും ഇബ്രാഹിം, നിങ്ങളുടെ ഉപ്പയായിട്ടുള്ള, പിതാമഹനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടയാളങ്ങളാണ്, അനന്തരങ്ങളാണ് ഓരോ കാര്യങ്ങളും. മഖാം ഇബ്രാഹിം ആയിരുന്നാലും, അറഫയിലെ നിൽപ്പായിരുന്നാലും, സഫാ മർവയുടെ ഇടയിലേക്കുള്ള ആ സഅയായിരുന്നാലും, തവാഫിന്റെ സമയത്താണെങ്കിലും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാൽപാദങ്ങളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാൽപാദങ്ങളും ഒക്കെ സ്പർശിച്ച ആ ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം അവിടെ പോകാൻ.
അവിടെ ചെന്നുകൊണ്ട് ഒന്ന് ഉംറ നിർവഹിക്കാൻ, ഒരു ഹജ്ജ് നിർവഹിക്കാൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഭവനം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സന്ദർശിക്കാനുള്ള നല്ല രീതിയിൽ പുണ്യമാക്കപ്പെട്ട രീതിയിൽ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.